ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരിക്കൽ കൂടി ആര്യവേപ്പ് ഷാമ്പു ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ നിങ്ങളെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 4 ട്രിപ്പ് ഉണ്ടാക്കി, അപ്പോൾ അതെല്ലാം തീർന്നു പോയി. അപ്പോൾ വീണ്ടും ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആര്യവേപ്പ് ഷാമ്പു വേണമെന്ന്. അപ്പോൾ ഇന്നെനിക്ക് കുറേ ഷാമ്പു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അതിന് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് ഈ പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല നാടൻ കറിവേപ്പില അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് അവർ തന്നാണേ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അരയ്ക്കണം കേട്ടോ. അതുപോലെ ഞാൻ വീട്ടിൽ കുഴിച്ചിട്ടിരുന്ന ഒരു കറ്റാർവാഴയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ജെല്ല്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്കിന്നിന് വളരെ നല്ലതാണ്. ഡാർക്ക് സ്പോട്ടുകളും ചൊറിച്ചിൽ, തലയിൽ താരനെല്ലാം പോകുന്ന സാധനമാണ്. അപ്പോൾ ആര്യവേപ്പ് വെന്ത വെള്ളമാണിത്. ഇത് ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ കൂടി വെന്ത് അതിൻ്റെ സത്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കരിഞ്ജീരകം നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തെടുത്തിരിക്കുന്നത്. ഇത് തുളസിയില തിളപ്പിച്ച് അതിൻ്റെ സത്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. തുളസിയിലൊക്കെ അറിയാലോ, തലയിൽ കുട്ടികളുടെ തലയിലൊക്കെ പേനൊക്കെ ഉണ്ടെങ്കിൽ, വലിയവരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും തലയിൽ പേനൊക്കെ ഉണ്ടെങ്കിൽ പോവും. എന്താ പറയുക, താരനൊക്കെ നല്ല, ഈ ആര്യവേപ്പ് തന്നെ താരനും നല്ലതാണിത്. പിന്നെ നെല്ലിക്ക, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും തലമുഴ വളർച്ചക്കൊക്കെ നെല്ലിക്ക പൊടിയാട്ടോ ഇത്. ഇത് ഫ്ലാക്സീഡും അതുപോലെ തന്നെ ഉലുവയും കൂടെ അരച്ചതാണ്. അതായത് ഉലുവ വേവിച്ചു, ഫ്ലാക്സീഡും വേവിച്ചു. ഫ്ലാക്സീഡിൻ്റെ സത്ത് ഊറ്റിയെടുത്തിട്ട് ഉലുവ അതിനകത്തിട്ട് അരച്ചു. അപ്പോൾ അതാണിത്. നല്ല തിക്കായിട്ടുള്ള സംഭവമാണ്. ഇത് തലമുടിക്ക് നല്ലതാണ്. ഉലുവ അറിയാലോ, സ്കിന്നിന് നല്ലതാണ്. നമ്മളിപ്പോൾ സ്കിന്നിൽ തേച്ചാലും മുഖത്തൊക്കെ തേച്ചാലും നല്ലതാണ്. ഫ്ലാക്സീഡ് മുടി വളരാൻ നല്ലതാണ്. പിന്നെ ഇത് മൈലാഞ്ചിപ്പൊടിയും, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തതിൻ്റെ ബാക്കി കേട്ടോ. മൈലാഞ്ചിപ്പൊടിയും അതുപോലെ തന്നെ നീലഭൃങ്ങാതിയുടെ പൊടിയാണ്. പിന്നെ ഉള്ളത് നീലയാമരിയുടെ പൊടിയാണ്. അത് കൂടാതെ നമ്മുടെ ബേസ്, ഷാമ്പൂവിൻ്റെ ബേസ്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, വൈറ്റമിൻ ഇ, ബദാം ഓയിൽ, ആര്യവേപ്പിൻ്റെ ഓയിലാട്ടോ ഇത്, നീം ഓയിൽ. പിന്നെ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ. പിന്നെ അലോവേരയുടെ എക്സ്ട്രാക്റ്റ്. പിന്നെ നമുക്കിഷ്ടമുള്ള സ്മെല്ല് ചേർക്കാം കേട്ടോ. ഇത് കുറച്ചുള്ളൂ, ഞാൻ വേറെ നല്ലൊരു സ്മെല്ലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ നമ്മുടെ ഷാമ്പൂവിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവരെല്ലാവരും എന്നോട് ഒരാഴ്ചക്കുള്ളിൽ റിസൾട്ട് പറയാറുണ്ട്. തലയിൽ താരൻ പോയി, അതുപോലെ തന്നെ കുട്ടികളുടെ തലയിൽ പേൻ പോയി, തലയിൽ ചൊറിച്ചിലുള്ളവർക്ക് അത് പോയി. അങ്ങനെ നല്ല റിസൾട്ടാണ്. പിന്നെ മുടിയൊക്കെ നല്ല സ്മൂത്തായിട്ട് കിടക്കണമെന്നൊക്കെ പറഞ്ഞു. മറ്റുള്ള ഷാമ്പുകളൊക്കെ തേക്കുമ്പോൾ ഈ മുടി ഡ്രൈ ആവാൻ കാരണം അതിനകത്ത് ഓയിലിൻ്റെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ഓയിലുകൾ ഇതിനകത്ത് ചേരുന്നതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ മുടി ഡ്രൈ ആവില്ല. അതിൽ മുടി പൊഴിച്ചിലും നിൽക്കും. പിന്നെ ഇത് തേക്കുന്നവരോട് പ്രത്യേകം ഞാൻ പറയാറുണ്ട്, തലയിൽ നമ്മൾ തേച്ചൊരു 2 മിനിറ്റെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ 2 മിനിറ്റ് തലയിൽ ഇരുന്നാലാണ് ശരിക്കും അതിൻ്റെ പ്രയോജനം ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ തലയിൽ ഷാമ്പു തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് നിങ്ങൾ തലയിൽ താരനും അതുപോലെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ പേൻശല്യമുള്ളവർ അതെല്ലാം പൊയ്ക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഇതും അരച്ചിട്ട് ഓടി വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ കറ്റാർവാഴ ജെല്ലെടുത്തിട്ട് ജ്യൂസ് അടിച്ച് അത് നല്ലതായിട്ട് വെള്ളം പറ്റിച്ചെടുത്തിരിക്കുന്ന ജ്യൂസാണിത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കറിവേപ്പില നന്നായിട്ട് അരച്ചിട്ട് അരിച്ചെടുത്തിട്ട് പിന്നെ അത് നന്നായിട്ട്
ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ല ചൂടാക്കി എടുത്താണ് തിളപ്പിച്ചിട്ട് അതിൻ്റെ പിന്നെ ഒന്നുകൂടെ അരിച്ചു ആ ജ്യൂസായിട്ടത്. കാരണം അത് തിളപ്പിച്ചില്ലെങ്കിൽ കേടായി പോകും. അതുകൊണ്ടാണ് നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ അല്ലേ, അതുകൊണ്ടാണ്. അടുത്തായിട്ട് ഞാൻ നമ്മുടെ ആര്യവേപ്പിനകത്തേക്ക് നമ്മുടെ നീലയാമരി, കാണാൻ പറ്റുന്നില്ലായിരിക്കുമല്ലേ, നീലയാമരി 2 സ്പൂൺ വേണേ. അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി 2 സ്പൂൺ വേണേ. അതുപോലെ നമ്മുടെ മൈലാഞ്ചിപ്പൊടിയും ബ്രങ്കാദിയും കൂടെ ഏകദേശം 2 സ്പൂൺ ഇടുവാണേ. നല്ലതായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് ആവിച്ച താമസമുണ്ട്. നമുക്കിവിടെ 800 മില്ലി ബേസാണുള്ളത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇത് 400 മതി. എനിക്കൊരു ബേസിന് വരണം. ഇതിപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് തിങ്കളാഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയിട്ടാണ്. 400 മില്ലി മൊത്തം ഇത് മതി. അതായത് ഈ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ആര്യവേപ്പ് ഈ ജ്യൂസുകളെല്ലാം കൂടെ ചേർത്ത് 400 മില്ലി മതി. അപ്പോൾ എല്ലാം നമുക്ക് ഈ ആര്യവേപ്പിൻ്റെ മാത്രം കുറച്ച് ജ്യൂസ് കൂടുതലെടുത്തിട്ട് ബാക്കിയെല്ലാം തുല്യ അളവിൽ ഞാനിതിനകത്തേക്ക് യോജിപ്പിക്കുവാണേ. മിക്സ് ആടൻ്റെ കാണിച്ചു തരാം. പ്രിയനു മാത്രം ഞാൻ തരും മധുരമീ പ്രണയം, കരളിലേഴകിൽ തൊടും കവിത ഈ പ്രണയം. പ്രിയനു മാത്രം ഞാൻ തരും മധുരമീ പ്രണയം. അപ്പോൾ ഇതിങ്ങനെ മിക്സാവാൻ കുറച്ച് താമസം വന്നപ്പോൾ പാടിയതാണേ. പാട്ടിങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇത് മിക്സായി വരാനായിട്ട് കുറച്ച് താമസം എടുക്കേ. അപ്പം ഞാൻ ഈ ഷാമ്പൂവിൻ്റെ ബേസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്കിപ്പോൾ എനിക്കിപ്പം ബേസ് ഇരിക്കുന്നത് 800 മില്ലി ഉള്ളൂ. അപ്പോൾ 400 മില്ലി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് എടുത്തിട്ടാണ് ഇനി ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ബാക്കി ബേസ് തിങ്കളാഴ്ച വരുമ്പോഴാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ കുറച്ച് എടുക്കാൻ പോകും കേട്ടോ. ഈ അളവ് പാത്രത്തിലേക്ക് എടുക്കുവാണേ. എന്തായാലും അരിവേപ്പ് കുറച്ച് കൂടുതൽ വേണം, കാരണം മെയിൻ ഇൻഗ്രീഡിയൻസ് അരിവേപ്പാണല്ലോ. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്കൊന്ന് ആദ്യം കൊടുക്കാം, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാം. ഇത് കറിവേപ്പിലയാണേ, കറിവേപ്പിലയുടെ ജ്യൂസ്. അടുത്ത് അലോവേരയുടെ ജെല്ല്, തുളസി, അടുത്ത് ചെമ്പരത്തി, നോക്കട്ടെ, അടുത്ത കരിഞ്ചീരകം, അടുത്ത ഉലുവയും ഫ്ലാക്സ് സീഡും, ഇപ്പോൾ 400 ആകാൻ പോകുന്നു. അപ്പോൾ ഇത് ഞാൻ ബേസ് ബൗളിലേക്ക് ഒഴിക്കുവാണേ. അതിലേക്ക് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കറക്റ്റ് 400 ആയിട്ടുള്ള, അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഓയിൽസിനെ ഒഴിക്കുവാണേ. എന്നിട്ട് മിക്സ് ചെയ്യണം. വെർജിൻ കോക്കോട്ട് ഓയിൽ ഒഴിക്കുവാണേ. അടുത്ത ബദാം, അടുത്ത വൈറ്റമിൻ ഇ,
അലോവേര എക്സ്ട്രാക്ട്. താഴെ വയ്ക്കുന്നില്ല. അലോവേര എക്സ്ട്രാക്ട് ഒഴിച്ചു. അടുത്ത നീമിൻ്റെ ഓയിൽ ഒഴിക്കുവാണ്. അടുത്ത് ആവണക്കെണ്ണ. അതിലെടുത്ത് അതെല്ലാം മാറ്റി വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ശരിക്കും അളവ് 400 ആയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആര്യവേപ്പിൻ്റെ ജ്യൂസ് ഒഴിക്കാം. കാരണം ആര്യവേപ്പ് ഇതിനകത്തേക്ക് മറ്റേ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ കേട്ടോ. അതായത് നമ്മുടെ നെല്ലിക്കാപ്പൊടി, ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് കൊഴുപ്പ് കുറഞ്ഞു പോകും നമ്മൾ ഈ ജ്യൂസ് കൂടുതലെടുത്താൽ. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ ഇത് നമ്മൾ തലയിൽ നിങ്ങൾ തേക്കുമ്പോൾ നന്നായിട്ട് തലയിൽ തേച്ച് നല്ലതായിട്ട് മസാജ് ചെയ്യണേ. എങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് അതിൻ്റെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളേ. നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് ഫ്ലാക്സ് സീഡും ഉലുവയും കൂടെ കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ഈ മിശ്രിതം ഇതിനകത്ത് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ലും കൂടി ചേർക്കണേ. സ്മെല്ലില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഇത്തിരി ഒരു സ്മെല്ലൊക്കെ വേണമല്ലോ തലയിൽ ഇത് പറ്റുമ്പോൾ. കൊള്ളാം. അപ്പോൾ ഞാൻ ഇനി ഇത് നമ്മുടെ ഷാമ്പു റെഡി ആയിട്ടുണ്ട്. ഇത് കുപ്പികളിലേക്കൊക്കെ മാറ്റി വയ്ക്കണം, ബോട്ടിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്തവർക്കെല്ലാം ഷാമ്പു എത്തിച്ചു കൊടുക്കണം. ഓക്കെ, എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ ഷാമ്പു ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യണം. ഉപയോഗിച്ച ശേഷം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് എന്നോട് പറയണം. ഓക്കെ, താങ്ക് യു.